കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയുടെ വാക്കുകളൊക്കെ കേട്ട് കിളിപോയ അവസ്ഥയിൽ നിൽക്കുകയാണ് ധർമ്മനും ആനന്ദും ഒക്കെ. അവർക്ക് എന്താ കാര്യം മനസ്സിലായില്ല. ആര്യനും മിത്രയും തമ്മിൽ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ അവർക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് ധർമ്മം പറഞ്ഞ അതെ, ഇനിയിപ്പൊ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കണ്ട. ഇന്നു മുതൽ ഇനിയിപ്പം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരിക്കും ഈ പറയുന്ന ആര്യനും മിത്രയൊക്കെ. അളിയന്റെ ഭരണമല്ലേ വരാൻ പോന്നെ. ആര്യന്റെ മിത്രയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനു മുമ്പ് എല്ലാവർക്കും കൂടെ കൂടിച്ചേർന്ന് ഒരു സെൽഫി എടുത്തേക്കാന്ന് പറയാം. കാരണം എത്ര നാളത്തേക്ക് ഇനി നമ്മൾ ഒരുമിച്ചുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഒരു സെൽഫി എടുക്കുവാണ്. ഈ സമയം ഗോമതി എന്ത് ചെയ്യുവാണ്, കൃഷ്ണമംഗലത്തിന്റെ മതിലിനെ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സാവിത്രി അമ്മ. ഗോമതിയെ കണ്ടതും ഓടി അങ്ങോട്ട് വരുവാണ്. അമ്മേനെ കാണണമെന്ന് ഞാനിപ്പോ ആഗ്രഹിച്ചുണ്ടായിരുന്നുള്ളൂ എന്ന് പറയണം. അതെനിക്കറിയാം, എന്റെ മോളുടെ മനസ്സ് എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലോ എന്ന് പറയാം. നീ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, എനിക്കും അതെ, ഇവിടെ വന്ന് കയറിയപ്പോഴൊരു ആശ്വാസമായെന്ന് പറയാം. അല്ല, ബാലൻ വന്ന് കൂട്ടിക്കൊണ്ട് വരിക ചെയ്തല്ലേന്ന് ചോദിക്കാം. അതേന്ന് പറയാണ്. ബാലനിവിടെ ഫോൺ ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അല്ല, അമ്മ ഇതെങ്ങനെ അറിഞ്ഞു? അത് ഞാൻ അറിഞ്ഞു. ഓ, ധർമ്മം വന്ന് പറഞ്ഞായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതെ, അത് മാത്രല്ല, ധർമ്മന്റെ പറച്ചിലിന് മുമ്പ് തന്നെ ഇവിടെ ബാലൻ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു പറയാം. ഒന്നുമല്ലല്ലോ, ഇത്ര അടുത്തായതുകൊണ്ട് നമുക്ക് ഫോൺ വിളിക്കുന്ന കേൾക്കാലോ. ഓ, അങ്ങനെ വരട്ടെ. മനസ്സിൽ എത്രമാത്രം വേദനയെന്ന് അറിയായിരുന്നോ? നീ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴൊരു ആശ്വാസമായത്. എത്രയാന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും മക്കള് തന്നെ അല്ലാതെ ആവുമെന്ന് ചോദിക്കാം. ഗോമതി പറഞ്ഞു, അത് ശരിയാ. അതെ, ഇപ്പോഴാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ബാലേട്ടന്. കാരണം ആദ്യമായിട്ട് കുടുംബത്തിൽ നടക്കാൻ പോകുന്ന കല്യാണമല്ലേ. മറ്റു 2 കല്യാണം നടന്നാലും അത് ഒളിച്ചോട്ട കല്യാണം എന്നും പറഞ്ഞിട്ട് ബാലേട്ടന് ഇപ്പോഴും അത്ര തൃപ്തി വന്നിട്ടില്ല. പക്ഷെ ഇത് ബാലേട്ടൻ അറിഞ്ഞു നടത്താൻ പോകുന്ന കല്യാണമല്ലേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കല്യാണം മുടങ്ങി പോകുന്നു വരെ ആനന്ദേട്ടൻ ഭയന്നെന്ന് പറയാം. സാവിത്രിയമ്മ പറഞ്ഞു, അതെ, സ്വന്തം മക്കള് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവനോട് പഠിക്കുള്ളൂ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നീ ചെയ്ത തെറ്റ് അത് ഞങ്ങൾ എത്രമാത്രം വേദനിപ്പിച്ചെന്നറിയോ. പക്ഷെ എനിക്ക് നിന്നെ തള്ളിക്കളയാനായിട്ട് ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറയാം. ആ ഒരു മാനസികാവസ്ഥ വന്നു കഴിയുമ്പോഴും നമ്മൾക്ക് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവുള്ളൂ എന്നും പറഞ്ഞിട്ട് സാവിത്രി അമ്മ കരയുവാണ്. ഈ സമയം ഗോമതി എന്തിനാ അമ്മ കരയണേ? കഴിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. നമ്മള് സ്നേഹിക്കുന്നവരെ തമ്മിൽ കോട്ടയിണക്കാനല്ലേ നോക്കണ്ടേ, അല്ലാതെ അവരെ തമ്മിൽ പിരിക്കാനില്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും രാജശ്രീ അങ്ങോട്ട് വന്നു. രാജശ്രീ കണ്ട് ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാജശ്രീക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, രണ്ടുപേരും കൂടെ അപ്പുറം ഇപ്പുറം നിന്ന് അസൂയ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ, പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കുക. നാണമുണ്ടോ? എന്ത് ചെയ്യാനാ, കാണുമ്പോ തന്നെ കർണത്തൊരെണ്ണം പൊട്ടിച്ചങ്ങോട്ട് മാറ്റി വിടുവാണെങ്കിൽ ഇന്നിപ്പൊ ഈ അവസ്ഥ കാണേണ്ട വരില്ലായിരുന്നു പറയണം. ഇത് കേട്ടതും ഗോമതി, ആരുടെ കർണത്തടിക്കുന്ന കാര്യം പറഞ്ഞേ? അതെ, ചേട്ടന്റെ ഭാര്യ നോക്കത്തില്ല, കർണത്തടിക്കാൻ വന്നാണ്ടല്ലോ, വിവരം അറിയുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ പറഞ്ഞു, നീ എന്ത് ചെയ്യുമെന്ന് വന്നു നോക്ക്. ഞാൻ നിന്ന് സംസാരിക്കുന്നേ എന്റെ ബാലേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണിനകത്ത് നിന്നാ. അവിടെ വന്ന് തല്ലാൻ മാത്രം അത്ര വലിയ ധൈര്യമുള്ളവർ വന്ന് തല്ലി നോക്കാൻ പറയാണ്. രാജശ്രീയുടെ നാവറങ്ങിപ്പോയി. എന്തായാലും പറയാൻ പറ്റുമോ? രാജശ്രീ നേരെ സാവിത്രമ്മയ്ക്ക് നേരെ തിരിയുവാണ്. അല്ല, അമ്മയ്ക്ക് ഇത് എന്തിനു കേടാ? അമ്മയ്ക്ക് വീട്ടിലെങ്ങാനും ഇരുന്നാ പോരെ, ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ കിടന്ന് ഓരോന്ന് കുത്തി പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. അപ്പോഴേക്കും നന്ദിനിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. നന്ദിനി കണ്ട് ഇവര് എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കണേ. പിന്നീട് സാവിത്രിയമ്മ, നീ എന്തിനാ രാജശ്രീ ഇങ്ങോട്ട് വന്നേ? ഞാൻ എന്റെ മകളോട് സംസാരിക്കുന്നിടത്തേക്ക് നിനക്ക് വരേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ ഞാനിപ്പോ വന്ന അമ്മയ്ക്ക് കുറ്റമായി പോയതില്ലേ? അമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ അമ്മ ഇതിന്റെ ഇടയ്ക്കേക്ക് കയറണ്ട. അമ്മയുടെ പണി നോക്കി പോകുന്നല്ലത്. ഇവരുടെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട കാര്യം അമ്മയ്ക്കില്ല എന്ന് പറയണം. അതെ, ഞാൻ എന്റെ മകളുടെ കാര്യമാണ് അന്വേഷിക്കുന്നത്, അല്ലാതെ വേറുള്ളവരുടെ കാര്യമില്ല. ഓഹോ, അങ്ങനെയാണോ? അമ്മയ്ക്ക് ഒരു ചോറ് ഇവിടെ കൂറ അവിടെ എന്ന് പറയുന്ന പോലെയാണല്ലോ അമ്മ ഇവിടെ നിന്നിട്ട് അവർ കൊത്താശ പാടിക്കൊണ്ട് നടക്കണേ. അമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേണ്ട കേട്ടോ, ഇതെങ്ങാനും അച്യുതേട്ടനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? അറിഞ്ഞാ എനിക്കിപ്പോ എന്താ? എന്റെ മകളോട് സംസാരിക്കുന്നോണ്ട് അവനാ എന്നെ അങ്ങോട്ട് കൊന്നുകളയട്ടെ എന്ന് പറയണം. ഇതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രാജശ്രീ പറഞ്ഞു, അമ്മ വേണ്ട, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണം ചോദിച്ചോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. കുറെയൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് ദേഷ്യം വന്നിട്ട് ഈ അമ്മേനെ ഇന്ന് ഞാനെന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ സാവിത്രിയമ്മ അരിയിലേക്ക് ചെല്ലുവാണ് കഴുത്തിന് പിടിക്കാൻ. പെട്ടെന്ന് ഗോമതി, തൊട്ടു പോയേക്കല്ല എന്റെ അമ്മേനെ. കാര്യമൊക്കെ കാര്യം തന്നെ. എന്റെ അമ്മയോട് എന്തെങ്കിലും ഒരു മോശമായിട്ട് പെരുമാറിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെച്ചേക്കത്തില്ലെന്ന് പറയണം. നീ എന്താ എന്നെ തല്ലുവോ? എന്നാ തല്ലിടീന്ന് പറയണം. തല്ലേണ്ട വന്നാൽ ചിലപ്പോ തല്ലൂന്ന് പറയണം. അപ്പോഴേക്കും നന്ദിനി അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, രാജശ്രീ നിനക്ക് എന്താ, നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോന്ന് ചോദിക്കാം. അവസാനം രാജശ്രീ അങ്ങോട്ട് കയറി പോവാണ്. രാജശ്രീ പറഞ്ഞു, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ സമ്മതിക്കില്ല. കാരണം എനിക്കറിയാം നിന്റെ അഹങ്കാരം എന്തിനും വേണ്ടാന്ന്. ഇപ്പൊ ഒരു വലിയ വീട്ടിൽ നിന്റെ കല്യാണം വന്നോർത്തോണ്ട് ഗോമതി, നീ നിലത്തെങ്ങും അല്ല നിൽക്കണേ. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. മണ്ടക്കാട്ട ഭഗവതിയാണ് സത്യം എന്നും പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി രാജശ്രീ അകത്തേക്ക് കയറി പോവാ. ആ സമയം നന്ദിനി വിളിച്ചു പറഞ്ഞു, അതെ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഗോമതി, അവളുടെ കാര്യം അറിയാലോ, അതിന് സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ്.
ആർക്ക് സങ്കടം? എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറയാണ്. പിന്നീട് ഗോമതി അകത്തേക്ക് കയറി പോവാ. ഈ സമയം മീനാക്ഷി റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശരി, ആകാശാണ് ഇതിനായിട്ട് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടില്ല. അപ്പോഴേക്കും ആകാശ് ഇറങ്ങി വന്നു. ആകാശിനെ നോക്കുവാണ് മീനാക്ഷി. എന്താ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണമെന്ന് നിൽക്കി? ഒന്നുമില്ല എന്ന് പറയാണ്. അല്ല, നീ എന്താ റെഡിയായിട്ട് നിൽക്കുന്ന നേരത്തെ? അതെ, ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ്. എന്താ? അതൊക്കെ ഉണ്ട്. എന്തോ ഒരു കാര്യസാധ്യത ഉണ്ടല്ലോ. നിന്റെ ഈ നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം എന്തോ കാര്യസാധ്യത ഉണ്ടെന്ന്. അതെനിക്കിന്ന് കുറച്ച് നേരത്തെ ഓഫീസിൽ പോണായിരുന്നു. എന്നെ ഒന്ന് കൊണ്ടേക്കാമെന്ന് ചോദിക്കാം. അങ്ങനെ വരട്ടെ, എനിക്കറിയാം ഇങ്ങനെ നിന്ന് നോക്കുന്നതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന്. അല്ല, എന്നെ നോക്കി പുഞ്ചിരിക്കത്തൊന്നും ഇല്ലല്ലോ. എനിക്ക് മനസ്സിലായ പുഞ്ചിരിക്കുന്ന കണ്ടപ്പോൾ എന്തോ ഒരു അർത്ഥം ഉണ്ടെന്ന്. ഓഫീസ് കൊണ്ടുവരണം അല്ലേ? അത് ഞാൻ ഇന്ന് ഇന്നെന്നെ നേരത്തെ ഓഫീസിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. അർജന്റ് മീറ്റിംഗാ, കുറെ സമയമുള്ള മീറ്റിംഗാന്ന് പറയണം. ശരി, കൊണ്ടുപോയിടാം. പകരം എനിക്ക് എന്ത് തരും? അത് പിന്നെ എന്താ ഇപ്പൊ തരുന്നേ? പ്രത്യേകിച്ച് ഇപ്പൊ എന്ത് തരാനാന്ന് ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം, എനിക്കൊരു ഉമ്മ തരുമോന്ന് ചോദിക്കും. ഉമ്മയാ? ഇപ്പഴാ? അതെ, ഒരു ഉമ്മ എന്താ കുഴപ്പം? അവസാനം മീനാക്ഷിക്ക് വേറെ ഗത്യന്തരമില്ല. മീനാക്ഷി പറഞ്ഞു ശരി, സംഭവിച്ചു, എന്നാ തരാൻ പറയാണ്. ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് കൈയും കൊണ്ടൊരു ഉമ്മ കൊടുക്കണം. ഇതെന്താ ഫ്ലൈങ് കിസോ? ഇതൊന്നും എനിക്ക് വേണ്ട. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ പറഞ്ഞെന്ന് പറയാണ്. കെട്ടിപ്പിടിച്ചോ? ആ, ദേ അവസരം മുതലാക്കും അല്ലേ ആകാശം എന്ന് ചോദിക്കും. അതെ, എന്താ? കെട്ടിപ്പിടിച്ച് ഉമ്മ വരുവാണെങ്കിൽ സെക്കൻഡ് കൊണ്ടു, ഇല്ലെങ്കിൽ നടന്നു പോകേണ്ട വരുമെന്നറിയാം. അവസാനം മീനാക്ഷിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. മീനാക്ഷി ആകാശിനോട് ചേർന്ന് നിന്നാ കവളത്തിൽ ഉമ്മ കൊടുക്കുകയാണ്. പെട്ടെന്ന് ആകാശ് മീനാക്ഷി ഞങ്ങൾ ചേർത്ത് പിടിച്ചു. കണ്ണി രണ്ടുപേരും നോക്കി നിൽക്കുകയാണ്. രണ്ടുപേരും കൂടെ കണ്ണിങ്ങനെ നോക്കി നീങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതെ, ഈ സമയം മാക്സിമം വിനിയോഗിക്കാൻ ശ്രമിക്കരുത്. ദേ ഇത് ഫൗളാ, മതി നിർത്തിയാക്കാൻ പറയാണ്. പോയി റെഡിയായിട്ട് വരാൻ പറയണം. ആകാശ് പറഞ്ഞു ഷോ, സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് പോയി ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗോമതിയും ബാലനും അവരെല്ലാരും കൂടെ ഭയങ്കര ചർച്ചയിലായിരുന്നു. ബാലൻ പറഞ്ഞു, അറിയാലോ, ഇന്ന് ഞാൻ കടയിലേക്ക് വരുന്നില്ല. ആകാശവും ആനന്ദം വേണം പോയി കട തുറക്കാൻ, കടയിലെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. ഇത് കേട്ടതും ആകാശം ധർമ്മനും കൂടെ വേണം കടയിലേക്ക് വേണമെന്ന് പറയാം. ഇത് കേട്ടതും ധർമ്മം വെച്ചു, ഞങ്ങൾ രണ്ടും മാത്രം. അപ്പൊ അളിയ, അതെ, എനിക്കിന്ന് വരാൻ പറ്റില്ല. അർജന്റായിട്ട് 1-2 സ്ഥലങ്ങളും കൂടെ പോകാനുണ്ടെന്ന് പറയാണ്. കല്യാണം അടുത്ത് വരില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് അനുശ്രീ പറഞ്ഞു, എന്തി ആകാശിന്റെ അവനെ പോയി വിളിച്ചോണ്ട് വരാൻ പറയണം. അങ്ങനെ അനുശ്രീ വന്നിട്ട് പറഞ്ഞു, അതെ ആകാശേട്ടാ, അച്ഛൻ വിളിക്കുന്നുണ്ട്, രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരാൻ പറഞ്ഞു പറയണം. മീനാക്ഷി പറഞ്ഞു, ആകാശം അറിയാലോ, എനിക്ക് നേരത്തെ പോകേണ്ട ദിവസമാണ്. ഓക്കെ എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അതെ, നീ ഇതെങ്ങോട്ടാ മീനാക്ഷി പോണേന്ന് ചോദിക്കണം. ഞാനോ ഓഫീസിലേക്ക് പോന്നെ. ഓഫീസിലേക്ക് പോകാനായിട്ടാ? ഇന്ന് ഓഫീസിൽ പോകണ്ടെന്ന് പറയാം. അച്ഛൻ എന്താ പറയണേ? എനിക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് ഉള്ള ദിവസമാണ്. എന്ത് മീറ്റിംഗ് ആണ്? ശരി, ഇന്ന് പോകണ്ടെന്ന് പറയണം. ഇത് കേട്ടതും വല്ലാത്തൊരവസ്ഥയായിപ്പോയി മീനാക്ഷിയുടെ. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അത് മോളെ ഇന്ന് പോകണ്ടെന്ന് പറയണം. അമ്മ എന്ത് പറയണേ? എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ബാലു ചോദിച്ചു, ഗോമതി നീ ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും. അത് പിന്നെ ഇല്ല, ബാലേട്ടൻ വന്നിട്ട് പറയാന്ന് വിചാരിച്ചെന്ന് പറയണം. എന്താ കാര്യം? ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ദിവസമാന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് മീനാക്ഷി, ഞാൻ വരേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഡ്രസ്സ് എടുത്താൽ പോരെ? അതിന് ഞാനിതിനാ വരുന്നേ, നിങ്ങൾ പോയി ഡ്രസ്സ് എടുത്തോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി, അതെങ്ങനെയാ മോളെ ശരിയാന്നേ? മിത്ര പറഞ്ഞു, അതെ, മീനാക്ഷി ചേച്ചിയും കൂടെ വേണമെന്ന് പറയണം. അതുകൊണ്ടല്ല, എനിക്കിന്ന് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉള്ളതാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ ആൻസർ പറഞ്ഞു, അപ്പം ഞാനോ? എനിക്കിന്ന് ക്ലാസ്സിൽ പോകണ്ട, ഡ്രസ്സ് എടുക്കാൻ വേണമെന്ന് പറയാം. ഓ, നീ വരുമൊന്നും വേണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് ബാലൻ പറയാണ്. മിത്രയും മീനാക്ഷി ഉറപ്പായിട്ട് വേണം. പിന്നീട് ആനന്ദം വേണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതേ ബാക്കിയുള്ളവരൊക്കെയെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, ഞാനും ഗോമതി ഉറപ്പായിട്ടും കാണുമല്ലോ എന്ന് പറയണം. പെട്ടെന്ന് ആനന്ദിന്റെ അടുത്ത് ആര്യം പറഞ്ഞു, ഇത് കണ്ടോ, ആനന്ദന്റെ പണിയെ കിട്ടാൻ പോകുന്നത്. ജാമ്പവാന്റെ കാലത്തുള്ള ഡ്രസ്സ് ആനന്ദന്റെ അടുത്ത് വരും. മിക്കവാറും അത് കണ്ട ദേവിയടുത്ത് ഓടും. ആനന്ദനെ പോലും വേണ്ടെന്ന് വെക്കുമെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് ബാലൻ ചോദിച്ചു, എന്താണ് അവിടെ ഒരു കുശൂശിപ്പ്? അത് പിന്നെ ആരിനും കൂടെ വരാന്ന് പറഞ്ഞ. അവനെന്തിനാ വരുന്നേ? അല്ല പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട്. എന്ത് വെള്ളം ചെയ്യാം, ആര് വെള്ളം പോരെന്നൊക്കെ പറയാം. അപ്പോഴേക്കും ആരും പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറയണം. മിത്രയ്ക്ക് വിഷമായി. മിത്ര പറഞ്ഞു, ആരിന് വരാനൊക്കെ ഇഷ്ടമാണ്, പിന്നെ ആരിന് വന്നാൽ എന്താ കുഴപ്പം, ആരും വരട്ടെ എന്ന് പറയണം. ബാലൻ പറഞ്ഞു, വരുന്നവർക്കൊക്കെ വരാം, ഞാൻ ആരെയും നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാം. എന്തായാലും പൈസ മുടക്കണ്ട ഞാനില്ലെന്ന് പറഞ്ഞിട്ട് പൈസ എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലനകത്തേക്ക് കയറി പോവാ. ഈ സമയം ആകാശ് ആനന്ദിനോട് പറഞ്ഞു, അപ്പം നമുക്ക് പോവൊന്നും വേണ്ടല്ലേ, നമ്മൾ ആ കടയിലെ പൊടി അടിച്ചിങ്ങനെ ഇരിക്കല്ലേന്ന് ചോദിക്കണം. ധർമ്മം പറഞ്ഞു, ദേ നമുക്ക് കിട്ടിയ സുവർണ അവസരമല്ലേ ഇത്, നമുക്കിന്ന് കശുവണ്ടിയൊക്കെ കുറിച്ച് അവിടെ ഇരിക്കാന്നേ. ഇതേ അളിയനില്ലാത്തതുകൊണ്ട് നമുക്കിന്ന് സൗകര്യമല്ലേ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്ന ദിവസമല്ലേ, രാമേട്ടനും നമുക്ക് രണ്ടുപേർ കൂടെ അടിച്ചു പൊളിച്ച് അവിടെ ഇരിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ മേലെ ആരുടെ ആധിപത്യം ഉണ്ടായിരിക്കില്ലെന്ന് പറയണം.
ഓ അത് ശരിയാ, അതൊരു സന്തോഷകരമായ കാര്യമാണല്ലോ, നമുക്കിന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് പറയണം. മീനാക്ഷി രൂക്ഷമായിട്ട് ആകാശനെ നോക്കുവാണ്. മീനാക്ഷിക്കാണ് ആകെപ്പാടെ വിഷമം വന്നു. പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തുമില്ല. ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു ബുദ്ധിമുട്ട്. പിന്നീട് ബാലൻ അങ്ങോട്ട് വരുവാണ്. ബാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നാ ശരി എല്ലാവർക്കും ഇറങ്ങിയേക്കാന്നൊക്കെ പറയണം. അങ്ങനെ എല്ലാവരും കൂടെ പിന്നീട് തുണിക്കടയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, എൻ്റെ മകൻ്റെ കല്യാണമാ, ഈ നിൽക്കുന്ന എൻ്റെ മകന് അവന് കല്യാണത്തിന് വേണ്ടി കൂടുതൽ ഡ്രസ്സ് എടുക്കാനൊക്കെ വന്നാന്ന് പറയണം. ഈ സമയം ആനന്ദിനോട് പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ വിളമ്പുന്നേ? ഡ്രസ്സ് വേണമെന്നും കൂടെ പറഞ്ഞാൽ പോരെ, ഇത്ര പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സാരി സെക്ഷനിലേക്ക് വിട്ടിട്ട് ഗോമതിയോടൊക്കെ ആയിട്ട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞ 1/2 മണിക്കൂറിനുള്ളിൽ നീക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തോണമെന്ന് പറയണം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, നടന്നാ തന്നെ 1/2 മണിക്കൂറിനുള്ളിൽ ഇപ്പൊ എടുത്തതോ, ഒരു സാരിയെങ്കിലും അവർ 1/2 മണിക്കൂറിനുള്ളിൽ എടുത്താൽ മതിയായിരുന്നു പറയാണ്. പിന്നീട് ഗോമതിയോട് പറഞ്ഞു, അറിയാല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം അറിയാന്ന് പറയാണ്. പിന്നീട് അവരങ്ങനെ സാരി സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് ആനും ബാലിനും ഒക്കെ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ സാരി സെക്ഷൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി സാരി എടുക്കുക. ഇനി എത്രയാന്ന് ചോദിക്കുക. 3000 രൂപ. അതെ, അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? 3000 രൂപയുടെ ഡ്രസ്സ് വരെ എടുത്താൽ മതി എന്ന് പറഞ്ഞ് അതിന് മുകളിലേക്ക് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും 3000 രൂപയുടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു, അല്ല എന്നിട്ട് ഇപ്പൊ അമ്മ എന്താ എടുക്കാത്തെ? എനിക്ക് 5000 രൂപയുടെ വേണം. അച്ഛൻ അങ്ങനെയൊക്കെ പറയും, പക്ഷെ ഞാൻ 5000 രൂപയുടെ എടുക്കുമെന്ന് പറയണം. ബാലേട്ടൻ എന്ത് പറഞ്ഞാലും എന്നെ ഒന്നും പറയത്തില്ല, ഞാൻ എടുത്ത എന്നെ ഒന്നും പറയത്തില്ല, എനിക്ക് 5000 രൂപയുടെ വേണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഭയങ്കര സ്നേഹമാണല്ലോ. അപ്പൊ ഈയിടെ കെട്ടിയവരും കെട്ടിയോളും കൂടെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെയൊക്കെ വെറുതെക്കാരിയാക്കിയില്ലേ? ഭാര്യയ്ക്ക് 5000 രൂപയുടെ, ഞങ്ങൾ മരുമക്കൾക്കും മകൾക്കും ഒക്കെ 3000 രൂപയുടെ. ഇത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിക്കണം. പിന്നീട് ഗോമതി ഓരോ സാരി എടുത്ത് ഇരിക്കണം. ഇതെത്ര? 4500. എനിക്ക് 5000 രൂപയുടെ വേണ്ടെന്ന് പറയണം. എന്നാൽ ശരി 5000 രൂപയുടെ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ എടുക്കുവാണ്. ഈ സമയത്ത് ആനന്ദിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബാലിനും ആനും കൂടെ ബാലിനൊരു ഡ്രസ്സ് എടുത്തിട്ട് സൂപ്പറാന്ന് പറയണം. ഇത് കണ്ടപ്പോൾ തന്നെ ആനന്ദെന്ന് ആനന്ദിനെ തോടിട്ട് പറഞ്ഞു, ഇതേ ആനന്ദിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒന്നിനും കൊള്ളത്തില്ലാത്ത ഇതെങ്ങാനും ഇട്ടോണ്ടിറങ്ങിയ ഇതിൽ പറഞ്ഞ നാണക്കേട് വേറെ ഇല്ലെന്ന് പറയണം. പിന്നീട് ആനോടും ആനന്ദിനോടും ആയിട്ട് ബാലിച്ചു കൊള്ളാവോ എന്ന് ചോദിക്കണം. സൂപ്പറാ, പക്ഷെ ഇത്ര നല്ല ഷർട്ട് ഈ സമയത്ത് വേണ്ട, അത് കല്യാണത്തിന് മതി എന്ന് പറയണം. കല്യാണത്തിന് നമുക്ക് വേറെ എടുക്കാം. അത് വേണ്ടച്ചാ, ചിലപ്പോൾ ഇത്ര നല്ലത് കല്യാണത്തിന് കിട്ടിയെന്ന് വരത്തില്ല, അതുകൊണ്ട് വേറെ എടുക്കാന്ന് പറയണം. ബാലിനെ ഇവിടെ സോപ്പിട്ടാൽ ആ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് രണ്ടുപേർക്കും മനസ്സിലായി. പിന്നീട് അവരവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സൊക്കെ നോക്കുവാണ്. ഈ സമയം ബാലിന് എന്ത് ചെയ്യും, ഓരോന്ന് കൊണ്ടുവന്ന് വെച്ച് നോക്കിയിട്ട് ഈ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ആനന്ദും പതുക്കെ നൈസായിട്ട് ബാലിനെ ചവിട്ടിക്കൊണ്ടിരിക്കുക. അവസാനം പറഞ്ഞു, ഇതൊന്നും വേണ്ടച്ചാ, കുർത്ത സെക്ഷനിൽ ഒന്ന് പോയി നോക്കാം, അവിടെ ചിലപ്പോൾ നല്ലത് കാണുമെന്ന് പറയാം. കുർത്തയെങ്കിൽ കുർത്ത, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ബാലൻ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.